ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളിവിടെ ഉള്ളിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കി നിറയെ വെള്ളാട്ടാ. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് ഇവിടെ ആദ്യമായിട്ട് വരുന്നവർ വിചാരിക്കും ഇത് കുറച്ച് വെള്ളമുള്ളൂ എന്ന്. പക്ഷേ രണ്ടാൾ ഇറങ്ങി നിന്നാൽ മുങ്ങിപ്പോകുന്ന അത്ര വെള്ളം ഈ ഇതിൽ കാണുന്നുണ്ട്. വിശ്വസിക്കുക പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാലാവസ്ഥയിലും ഇവിടെ വരുന്നതാണ്. വരണ്ടിരിക്കുന്ന കാലാവസ്ഥയിൽ വന്നിട്ടുണ്ട്, പച്ചപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വെള്ളം മൂടി കിടക്കണ കാലാവസ്ഥ. രാവിലെയാണ് നടക്കാനായിട്ടൊക്കെ വന്നിരിക്കുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല കാഴ്ചകളാണ് കേട്ടോ. അപ്പം വണ്ടിയും കൊണ്ടാണ് നടക്കുന്നത് കേട്ടോ. ഇവിടെ പക്ഷികളുണ്ട്, പക്ഷികൾ ഒരു സേഫ്റ്റിക്കുണ്ട്. നല്ല സേഫ്റ്റിക്കുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു എരണ്ട് ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ വെള്ളമാണ്, റോട്ടിലും വെള്ളമാണ്. ഞങ്ങൾ നേരത്തെ ഒരു വണ്ടി വെള്ളത്തിൽ കൂടെ വരുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ. പാലത്തിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഒരു കയാക്കിങ്ങും പിന്നെ കൊട്ടവഞ്ചി, ചവിട്ടി പോണ വഞ്ചി അങ്ങനത്തെ ഇല്ല. അപ്പോൾ അത് ഈ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നല്ലതാണ്. അവിടെ ഒരു വണ്ടി കയറുന്നുണ്ട്, അത് കുളവാഴയായിരുന്നു, നിറച്ച് കുളവാഴയായിരുന്നു. അതേ കണ്ട വലിച്ചു വലിയിട്ടുണ്ട്. അത് കുളവാഴ മാന്താൻ വേണ്ടിയിട്ട് കൊണ്ടിട്ടിട്ടുള്ള മെഷീനാണ്. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ശാസ്താംകടവ് എന്ന് പറഞ്ഞിട്ടൊരു കടവുണ്ട്. അവിടെ ആളുകൾ ബലിയിടാനൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല രസമാണ്. നിറച്ച് വെള്ളം കയറി സ്റ്റെപ്പുകളൊന്നും കാണില്ല. നിറയെ സ്റ്റെപ്പുള്ള ഒരു ഭാഗമാണ് അവിടെ. സ്റ്റെപ്പൊക്കെ മൂടി കിടക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഓട്ടോ വരുന്നുണ്ടാ. ആ ഓട്ടോയിൽ അതിൽ നിറയെ വെള്ളം ഒഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവാം. ഇന്ന് നല്ല മഴക്കാരുള്ള ദിവസമായതുകൊണ്ട് സൂര്യൻ അങ്ങോട്ട് ശരിക്കും കാണുന്നില്ല. ഈ നേരത്തൊക്കെ നല്ല ഭംഗിയാണ് സൂര്യനെ കാണാൻ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ മേഘങ്ങളുടെ ഇടയിൽ ആൾ ഒളിച്ചിരിപ്പുണ്ട്. അവിടെ കൂടെ ആ തെങ്ങുകളൊക്കെ നിരന്ന് നിൽക്കണം. അതിൽ കൂടെ ഒരു വഴി, നമുക്കൊരു വഴി കൂടെ പോവാം നടക്കാനായിട്ട്. നല്ല രസമാണ് ആ വഴി കൂടെ അങ്ങനെ പോകുന്നത്. വെള്ളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരെ താമരകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട ഇവിടെയൊക്കെ ഓരോ താമരകൾ. താമരകൾ വിരിഞ്ഞ് കാണുന്നുണ്ട്. കുളക്കോഴി മീൻ പിടിക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ ടൈമില്ലേ. നല്ല കാലാവസ്ഥയാണ്. കുറേ നാൾ മഴയ്ക്ക് ശേഷം ഇന്നൊരു നല്ല ദിവസമായി. അങ്ങനെ പോയി അതിലെ തിരിഞ്ഞ് അങ്ങനെ കുറേ കണക്ഷൻ റോഡുകളൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് ആളുകൾ ഇതിലാണ് നടന്നത്. ഈ വഴി നല്ല വീതിയുള്ള വഴിയാണ്. സൈഡിലൊരു തോടും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിൽ നടന്നു പോകാനായിട്ട് വേനൽക്കാലത്ത്. പക്ഷെ അതൊന്നും തിരിച്ചറിയില്ല. അപ്പം എല്ലാം ഒന്നും അത്തിട്ട് കിടക്കുന്നത്. ഒരു മധുരാശി മരം വീണ് കിടക്കണമെന്ന് അതിൻ്റെ അടിഭാഗം അറിയാൻ. അതുപോലെ ഇതിലൊരു മരം അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ കാര്യം.